നാഷണലൈസ്ഡ് ബാങ്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് ബാങ്ക്സിലൊക്കെ നമ്മൾ എഫ് ഡി ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് തരുന്ന ബാങ്ക് ഏതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു വർഷത്തെ പ്ലാൻ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്ലാൻ ഏതാണ് ഈ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നുണ്ട്. ഇന്ത്യയിൽ ടോട്ടൽ 12 നാഷണലൈസ്ഡ് ബാങ്കാണുള്ളത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, യൂക്കോ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. നമ്മളിവിടെ കമ്പയർ ചെയ്ത് നോക്കാൻ പോകുന്നത് ഒരു വർഷം ഞാൻ ഈ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്തു, അതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഏത് ബാങ്കിലാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ കിടക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കാണ്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഒരു വർഷത്തേക്ക് 6.10% ആണ് നമുക്ക് ഒരു വർഷം മാക്സിമം നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് തരുന്നത്. ഇതിൽ കുറച്ച് ബോണസ് ടിപ്പും കൂടി ഉണ്ട്, നിങ്ങൾ അതും കൂടി ശ്രദ്ധിക്കാനായിട്ട് മാക്സിമം നോക്കുക. 6th പൊസിഷനിൽ നമുക്ക് വരുന്നത് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ആണ്. 6.3% ആണ് നമുക്ക് ഇവിടെ ഒരു വർഷം നമ്മളൊരു എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ എഫ് ഡി ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത്. 5th പൊസിഷനിൽ നമുക്ക് വരുന്നത് യൂക്കോ ബാങ്ക് ആണ്. യൂക്കോ ബാങ്കിൽ നമുക്ക് 6.5% ആണ് ഒരു വർഷം എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത്. 4th പൊസിഷൻ വരുന്നത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണ്. 6.75% ആണ് നമ്മൾ ഒരു വർഷം എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. 3rd പൊസിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4 ബാങ്ക് അവിടെ വരുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ 4 ബാങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഒരു വർഷത്തേക്ക് 6.80% ആണ്. 2nd പൊസിഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 ബാങ്കുകൾ വരുന്നുണ്ട്. കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ 3 ബാങ്ക് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 6.85% ആണ്. 1st പൊസിഷൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ബാങ്കാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. 6.90% ആണ് നമുക്ക് ഇവിടെ ഒരു വർഷത്തേക്ക് എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എഫ് ഡി ഇടുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്ലാൻ സെലക്ട് ചെയ്യാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നമുക്ക് ഒരു വർഷത്തെ താഴെ എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഒരു വർഷത്തെ എഫ് ഡി ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും കൂടുതൽ തരുന്ന സ്പെഷ്യൽ പ്ലാൻസ് വരുന്ന 4 ബാങ്കുകളുണ്ട്. ഇന്ത്യൻ ബാങ്ക് ആണ് ഇതിൽ ഫസ്റ്റ് വരുന്നത്. 7.05% ആണ് വരുന്നത്. 300 ദിവസം നമ്മൾ എഫ് ഡി ഇട്ടാൽ മതി. സെക്കൻഡ് നമുക്ക് വരുന്നത് യൂക്കോ ബാങ്ക് ആണ്. യൂക്കോ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് 7.30% ആണ് 333 ദിവസത്തേക്ക് നമ്മൾ എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അടുത്തായിട്ട് വരുന്നത് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ആണ്. 7.2% ആണ് 333 ദിവസത്തേക്ക് എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അടുത്തായിട്ട് വരുന്നത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഡേയ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 7.45% ആണ് 366 ദിവസത്തേക്ക് നമ്മൾ എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 7.45% ആണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ഭാഗത്ത് നിന്നാണ്. 366 ദിവസം ഇട്ടാലാണ് നമുക്ക് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത്. സീനിയർ സിറ്റിസൺ ഡേയ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 0.50% നമ്മൾ ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിന്റെ കൂടെ ആഡ് ആവുന്നതായിരിക്കും. SBI ബാങ്കിന്റെ ഏറ്റവും നല്ല പ്ലാൻ എന്ന് പറയുന്നത് 444 ദിവസത്തേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7.25% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത്. കാനറ ബാങ്കിന്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 വർഷത്തേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 7.40% ആണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ നമ്മൾ 400 ദിവസം ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 7.30% കിട്ടുന്നുണ്ട്. യൂണിയൻ ബാങ്കിന്റെ ബെസ്റ്റ് പ്ലാൻ വരുന്നത് 456 ദിവസം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 7.3% ആണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിലും നമുക്ക് 400 ദിവസം ഇട്ട് കഴിഞ്ഞാൽ 7.3% തന്നെയാണ് കിട്ടുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ 400 ദിവസം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 7.25% ആണ് കിട്ടുന്നത്. ബാങ്ക് ഓഫ് ബറോഡയിൽ നമ്മൾ 2 വർഷം ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 7.15% ആണ് കിട്ടുന്നത്. യൂക്കോ ബാങ്കിന്റെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 333 ദിവസം പ്രീവിയസ്ലി പറഞ്ഞൊരു കാര്യമാണ്. 333 ദിവസത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7.3% കിട്ടുന്നുണ്ട്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ 7.25% ആണ് 2 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കിട്ടുന്നത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ഏറ്റവും ബെസ്റ്റ് പ്ലാൻ വരുന്നത് 366 ദിവസത്തെ പ്ലാൻ തന്നെയാണ്. 7.45% ആണ് നമുക്ക് ഇതിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ 444 ദിവസം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 7.30% ആണ് നമുക്ക് കിട്ടുന്നത്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ കേസിൽ 585 ദിവസം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 7.50% ആണ് കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിലാണ്. ബട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ടെന്യൂർ കുറച്ച് കൂടുതലുണ്ട്. 555 ദിവസം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതൊരു നോൺ കൊളാഡിയൽ ഡെപ്പോസിറ്റ് ആണ്. കൊളാഡിയൽ ആൻഡ് നോൺ കൊളാഡിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളാഡിയൽ ഡെപ്പോസിറ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ എമൗണ്ട് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് മെച്യൂർ ആണേക്കാളും മുമ്പ് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പെനാൽറ്റി ചാർജസ് കൊടുക്കേണ്ടി വരും, ബട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. നോൺ കൊളാഡിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എമൗണ്ട് മെച്യൂർ ആയി കഴിഞ്ഞാൽ മാത്രമാണ് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിന് മുമ്പ് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ എമൗണ്ട് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. സീനിയർ സിറ്റിസന്റെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ ഭാഗത്ത് നിന്നാണ് 8% ഇൻട്രസ്റ്റ് നമുക്ക് വരുന്നത്. 555 ദിവസം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താലാണ് നമുക്ക് ഈ ഇൻട്രസ്റ്റ് വരുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന എഫ് ഡി അല്ല, 3 കോടിക്ക് താഴെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന എഫ് ഡിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. സൂപ്പർ സീനിയർ എഫ് ഡി 4 ബാങ്കുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സൂപ്പർ സീനിയർ എഫ് ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ 80 വയസ്സിന് മേലുള്ള ആൾക്കാർ എഫ് ഡി ഇടുമ്പോൾ അവർക്ക് 0.25% എക്സ്ട്രാ, സീനിയർ സിറ്റിസനേക്കാളും 0.25% എക്സ്ട്രാ കിട്ടുന്നൊരു പ്ലാനാണ് സൂപ്പർ സീനിയർ എഫ് ഡി. 4 ബാങ്കുകളാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. യൂണിയൻ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എഫ് ഡി ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അയച്ചു കൊടുക്കാനായിട്ട് മാക്സിമം നോക്കുക. FD ഇടുന്ന ആൾക്കാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അടുത്തായിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രൈവറ്റ് ബാങ്കിൻ്റെയും അതുപോലെ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെയും പോസ്റ്റ് ഓഫീസിൻ്റെയും ഏറ്റവും ബെസ്റ്റ് FD പ്ലാൻസ് ഏതൊക്കെയാണ് നോക്കുന്നുണ്ട്. ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കനൂടെ എനേബിൾ ചെയ്ത് വെക്കുക.